ഈ വെഞ്ഞാറമൂട് കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മുടെ ന്യൂസ് 18 ഒരു വാർത്ത ഉണ്ടായിരുന്നേ. സോ, അതിനകത്ത് ഈ ആംബുലൻസ് ഡ്രൈവർ ഇവര് ഇത് സംഭവം അറിഞ്ഞിട്ട് ഇവരെ എടുക്കാനായിട്ട് അവിടെ പോയ ആംബുലൻസ് ഡ്രൈവറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് പറയുന്നത് ഉമ്മയുടെ മുഖത്ത് ഈ ഫ്രണ്ട് ഭാഗത്ത് കുറേ ചതയൊന്നുമില്ല. ഈ മുഖം അടികൊണ്ട ചതയോ വെട്ടാണോ അടിയാണോ അറിയില്ല. മുഖമൊക്കെ പൊളിഞ്ഞു പോയി. തലയോട്ടിൽ കാര്യമായിട്ടുള്ള പൊട്ടല് നല്ല രീതിയിൽ തന്നെയുണ്ട്. ഇവന്റെ അനിയന്റെ ഒരു കണ്ണ് കാണാനില്ല. കണ്ണങ്ങ് അകത്ത് കയറിപ്പോയി. അടിച്ചങ്ങ് അകത്ത് കയറിയതാണോ അറിയില്ല. അവന്റെയും മുഖവും തലയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഒരു കുഴിയാണെന്ന് പറയുന്നു. ആ പെൺകുട്ടിയുടെയും അത് തന്നെ. തലയും പൊട്ടിയിട്ടുണ്ട്. ആ അടി കൊണ്ട് മുഖത്തൊരു കുഴി പോലെയൊക്കെ വന്നിട്ടുണ്ട്. ചതയൊക്കെ മാംസമൊക്കെ പുറകിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ക്രൂരത. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു ശത്രുവിനോട് പോലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്ത് കാരണം പറഞ്ഞാലും അതിനിയിപ്പം മയക്കുമരുന്നോ മാനസിക രോഗമോ അതല്ലെന്നുണ്ടെങ്കിൽ കടമോ ബാധ്യതയോ മറ്റതോ മറിച്ചതോ എന്ത് കാരണം പറഞ്ഞാലും ഇവൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ സത്യത്തിൽ വധശിക്ഷയെ കുറഞ്ഞൊന്നും കിട്ടാൻ പാടില്ല. മാതൃകയാവണം ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് നൽകുന്ന ശിക്ഷ. പിന്നീട് ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഒരു കുറ്റവാളിയുടെ മനസ്സിൽ തോന്നാൻ പാടില്ല. അവന് ഭയം തോന്നണ രീതിയിലുള്ള ശിക്ഷ. ഇതൊക്കെ നടക്കുമോ എന്നൊന്നും അറിയില്ല.